താൻ മനസ്സിൽ കണ്ട സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിലല്ല വോട്ട് പോയത്. വോട്ട് വീണത് താമര ചിഹ്നത്തിന്. പത്തനംതിട്ട കുമ്പഴ വടക്ക് 1-ാം നമ്പർ ബൂത്തിൽ ഷേർലി എന്ന വോട്ടറാണ് പരാതിക്കാരി. വിഷയമേറ്റുപിടിച്ച് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും കോന്നി MLA KU ജനീഷ് കുമാറും BJP പ്രവർത്തകരും ബൂത്തിന് മുന്നിൽ തർക്കമായി. പോളിംഗ് ഉദ്യോഗസ്ഥരുമായി ആന്റോ ആന്റണി തർക്കിച്ചു. BJP പ്രവർത്തകർ UDF പ്രവർത്തകരോട് തട്ടിക്കയറി. ബൂത്തിന് മുന്നിൽ നിന്ന് എല്ലാവരെയും മാറ്റണമെന്നായി KU ജനീഷ് കുമാർ MLA. താൻ ചെയ്ത വോട്ട് തെറ്റായി താമര ചിഹ്നത്തിന് പോയി എന്ന് ഷേർലി പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച ആൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വോട്ട് ചെയ്തപ്പോൾ വേറെ ചിഹ്നത്തിനാണ് പോയത്. അതുകൊണ്ട് വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇത്രയും നേരം നിന്നപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ അതിനെ നമുക്ക് സമ്മതിക്കുന്ന ഒരിതല്ല. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന വോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കായിരിക്കുമല്ലോ, ആ പാർട്ടിക്കല്ലാതെ കൃത്യമായിട്ട് വേറൊരു ചിഹ്നത്തിനാണ് ചെന്നില്ല എങ്കിൽ, ഞാൻ ചെയ്യുന്ന വോട്ട് ഇപ്പം ചെയ്യാൻ പോകുന്ന കൃത്യമാണെങ്കിൽ അത് അസാധുവാണ്. അതായത് ഞാൻ നിയമത്തിന് ശിക്ഷ വാങ്ങിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ ഇപ്പോൾ അനുശാസിക്കുന്ന നിയമം. അതിന് നമുക്ക് സമ്മതമല്ലാത്തതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ആദ്യം ചെയ്ത വോട്ട് ഞാൻ ചെയ്ത പാർട്ടിക്ക് വോട്ട് പോയില്ല, വേറൊരു പാർട്ടിക്കാണ് പോയത്. സംഭവം പരിശോധിച്ച് വീണ്ടും വോട്ട് ചെയ്യാൻ ഷേർലിക്ക് അവസരം നൽകണമെന്ന് ആന്റോ ആന്റണി ആവശ്യപ്പെട്ടു. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വന്നൊരു സ്ത്രീ വോട്ട് ചെയ്തപ്പോൾ അവർ വോട്ട് ചെയ്തതിലല്ല, അവരുടെ വോട്ട് മാറി താമര ചിഹ്നത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ആ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അവർ പോളിംഗ് ഓഫീസറോട് പരാതി പറയുന്നു. അതിനുശേഷം ഈ മണിക്കൂറുകളായി അവരിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഹാൻഡ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ച് അയാൾ ഡിസിഷൻ എടുക്കട്ടെ. ഡിസിഷൻ എടുക്കാതെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് അത് ഡിസിഷൻ എടുക്കട്ടെ. അതെ, ഞങ്ങളിവിടെ നിൽക്കുന്നത് അത് ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ എടുത്താൽ ഞങ്ങൾ അന്നേരം പോകും. അല്ല, ഇതേ സംബന്ധിച്ച് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ് റിട്ടേണിംഗ് ഓഫീസർമാർക്കുള്ള ഹാൻഡ് ബുക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കട്ടെ. താടെ പോളിംഗ് തടസ്സപ്പെടുന്നൊന്നുമില്ല, പോളിംഗ് നടക്കട്ടെ. ഞങ്ങളാരും അതല്ല, ഈ ആളുടെ കാര്യത്തിൽ, പരാതി ഉണ്ടായ ആളുടെ കാര്യത്തിൽ മാത്രം ഡിസിഷൻ എടുത്താൽ മതി. പോളിംഗ് നടക്കട്ടെ, പോളിംഗിനൊന്നും ഇവിടെ ആരും തടസ്സമില്ല. പരാജയം ഉറപ്പിച്ചതുകൊണ്ടാണ് ആന്റോ ആന്റണിയുടെ ആരോപണമെന്ന് KU ജനീഷ് കുമാർ മറുപടി നൽകി. ഇത് മൈലപ്രയിൽ അദ്ദേഹം താമസിക്കുന്ന പഞ്ചായത്താണ്. അദ്ദേഹം തട്ടിക്കൂട്ടുന്ന നാടകമാണ്. വെറുതെ വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അദ്ദേഹം തോൽവി സമ്മതിച്ചു. ഇനി തോൽവിക്ക് അദ്ദേഹത്തിൻ്റേതല്ല കാരണം എന്ന് വരുത്തണം. ഞാൻ കാരണമല്ല തോറ്റത്. അദ്ദേഹം 15 വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം തോൽക്കാൻ പോകുന്നത്. ഞാൻ കാരണമല്ല തോറ്റത് എന്ന് വരുത്തണം. അതിനുവേണ്ടി അദ്ദേഹം കാട്ടുന്ന നാടകങ്ങളാണ്, അല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ സ്ത്രീ പരാതി ഉണ്ടെങ്കിൽ കൊടുക്കാമല്ലോ, പരിഹരിക്കാമല്ലോ, പക്ഷെ അത് ചെയ്തിട്ടില്ല. വീണ്ടും തനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നറിയിച്ച് ഷേർലി പോളിംഗ് ബൂത്തിൽ നിന്ന് മടങ്ങിപ്പോയി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.